Good morning, dear students. Let us continue with our discussion on theoretical perspectives in sociology. Today we are going to discuss about the classification of sociological theories. There are different types of classifications in sociological theories. Let us see one by one. First of all, we have macro sociology and micro sociology. People are influenced by the norms and beliefs of their cultures and society. This influences can take more personal and intimate level or more general and widespread level that affects large numbers of people. Sociologists who study the effect of social life on society use two approaches. First one is macro sociology, then micro sociology. നമുക്ക് ആദ്യം മാക്രോ സോഷ്യോളജി എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. മാക്രോ സോഷ്യോളജി ഡീൽസ് വിത്ത് ലാർജ് സ്കെയിൽ സോഷ്യൽ പ്രോസസ്സസ്. ഇറ്റ് refers to a society's framework consisting of various relationships between people and groups that direct and set limits on human behavior. വളരെ ബൃഹത്തായ സാമൂഹിക പ്രക്രിയകളെ പറ്റിയിട്ട് പഠിക്കുന്നതിനെയാണ് ശരിക്കും മാക്രോ സോഷ്യോളജി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്തരം പഠനങ്ങളാണ് പിന്നീട് ജനറലൈസേഷനിലേക്ക് വഴിതെളിക്കുന്നത്. ഹ്യൂമൻ ബിഹേവിയർ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ അങ്ങനെ അല്ല, ഒരു പ്രത്യേക പ്രദേശത്തു നിന്നുള്ളവർ ഇങ്ങനെ ആയിരിക്കാം, അങ്ങനെയുള്ള ജനറലൈസേഷനിലേക്ക് വഴിതെളിക്കുന്ന തരം പഠനങ്ങളെയാണ് നമ്മൾ മാക്രോ സോഷ്യോളജി എന്ന് പറയുന്നത്. മൊത്തം മാനവ സമൂഹത്തിനെ ബാധിക്കുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ പഠിക്കുന്നതിനെയാണ് മാക്രോ സോഷ്യോളജി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോഷ്യൽ സ്ട്രക്ചർ, കൾച്ചർ, social class, social status, roles, groups, social institutions, etc. ഇത്തരം പൊതു കാര്യങ്ങളെ പറ്റിയിട്ടാണ് മാക്രോ സോഷ്യോളജി ചർച്ച ചെയ്യുന്നത്. യൂഷ്വലി they deals with how social institutions are organized, the usual or standard ways by which society meets its basic needs. Social institutions like family, religion, law, politics, mass media, etc. comes under the perspective of macro sociology. In short, macro sociology ഡീൽ ചെയ്യുന്നത് ലാർജ് സ്കെയിൽ ആയിട്ടുള്ള സോഷ്യൽ പ്രോസസ്സസിലാണ്, എക്സ്പെഷ്യലി സോഷ്യൽ സ്ട്രക്ചർ, ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സ്റ്റാറ്റസ്, റോൾസ്, എക്സെട്ര, which determines the human behavior in general. Now let us move on to micro sociology. Micro sociology is just opposite of macro sociology, that it deals with small scale social processes like human interactions, etc. ഒരു പ്രത്യേക സാമൂഹിക സാഹചര്യത്തിൽ വ്യക്തികൾ എന്ത് അർത്ഥമാണ് ആ സാഹചര്യത്തിന് കൊടുക്കുന്നത്, അല്ലെങ്കിൽ എന്ത് നിർവചനമാണ് കൊടുക്കുന്നത് എന്നതിനനുസരിച്ചാണ് ഒരു മനുഷ്യൻ്റെ സ്വഭാവം അല്ലെങ്കിൽ പെരുമാറ്റ രീതികൾ രൂപപ്പെട്ടു വരുന്നത് എന്നൊക്കെയാണ് മൈക്രോ സോഷ്യോളജി ഡീൽ ചെയ്യുന്നത്. വാട്ട് ഈസ് ദ നീഡ് ഓഫ് മാക്രോ ആൻഡ് മൈക്രോ സോഷ്യോളജി? സാമൂഹിക ജീവിതം അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ മനസ്സിലാക്കണമെങ്കിൽ ഈ രണ്ട് ടൈപ്പ് ഓഫ് സ്റ്റഡിയുടെയും സാധ്യതകൾ നമ്മൾ യൂസ് ചെയ്തേ പറ്റുള്ളൂ. ഓക്കെ, നൗ ലെറ്റ് us മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ, ദറ്റ് ഈസ് ഗ്രാൻഡ് തിയറി ആൻഡ് മിനിയേച്ചർ തിയറി. The term grand theory is coined by C. Wright Mills in his book The Sociological Imagination. A grand theory attempts to explain large-scale relationships and answer fundamental questions such as why societies form and why they change. ഹ്യൂമൻ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയും അതുവഴി എങ്ങനെയാണ് സൊസൈറ്റി ഇവോൾവ് ചെയ്തത് മുതലായിട്ടുള്ള ബേസിക് ആൻഡ് ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന വളരെ അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ഒരു മെത്തഡോളജിയാണ് ഗ്രാൻഡ് തിയറി എന്ന് പറയുന്നത്. ഗ്രാൻഡ് തിയറി attempts to explain the interrelationship among numerous concepts. Grand theories are with universal application also. They provide a master scheme of
ജനറൽ സോഷ്യോളജിക്കൽ ഓറിയൻറ്റേഷൻ. വിവിധ തരം ആശയങ്ങളെപ്പറ്റി പഠിക്കുകയും അതിനെ ക്രോഡീകരിച്ച് ജനറലൈസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു അമൂർത്തമായിട്ടുള്ള മെത്തേഡാണ് ഗ്രാൻഡ് തിയറി. സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഡൈനാമിക്സ് ബൈ പിട്രിം സൊറോക്കിൻ ആൻഡ് ദ സോഷ്യൽ സിസ്റ്റം theory of Talcott Parson are examples for grand theory. Next is miniature theory. Miniature theories or mini theories are the theories those focus on a specific area only. ഇവ ഭാഗികമായിട്ടുള്ള തിയറീസ് ആണ്. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു ജനറൽ ആയിട്ടുള്ളൊരു പ്രോസസ്സിനെ പറ്റി പഠിക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ഏരിയ മാത്രം എടുത്തു പഠിക്കുന്ന ഒരു രീതിയാണ് മിനിയേച്ചർ തിയറിസ്റ്റുകൾ ഫോളോ ചെയ്യുന്നത്. They are rooted in the ideas established by grand theories, but they do not seek to describe and explain the whole human behavior and growth. ഒരു പ്രത്യേക ഏരിയ മാത്രം, പ്രത്യേക വിഭാഗത്തിനെ പറ്റി മാത്രം പഠിക്കും. സാധാരണഗതിയിലുള്ള ഗ്രാൻഡ് തിയറീസിൽ നിന്നും ഉണ്ടാവുന്നതാണ് ഈ മിനിയേച്ചർ തിയറി എല്ലാം. ഇപ്പം നമ്മൾ ഫോർ എക്സാമ്പിൾ ഒരു മനുഷ്യനെ പറ്റി, മനുഷ്യൻ്റെ ജീവിത സാഹചര്യങ്ങളെ പറ്റിയിട്ടൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് ചൈൽഡ്ഹുഡ് സോഷ്യലൈസേഷൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ചൈൽഡ്ഹുഡ് സോഷ്യലൈസേഷനെ പറ്റി മാത്രം തിരഞ്ഞെടുത്ത് പഠിക്കുന്ന ഒരു രീതിയാണ് മിനിയേച്ചർ തിയറി. തിയറി ഓഫ് എനോമി ഓഫ് റോബർട്ട് കെ മേർട്ടൺ ആൻഡ് തിയറി ഓഫ് എലിമെൻ്ററി സോഷ്യൽ ബിഹേവിയർ ഓഫ് ജോർജ് ഹോമൻസ് ആർ എക്സാമ്പിൾസ് ഓഫ് മിനിയേച്ചർ തിയറി. Now let us discuss the grounded theories and speculative theories. A grounded theory is a general methodology for developing theory that is grounded in the data systematically gathered and analyzed. They are based on the findings of empirical research. ഒരു സയൻറ്റിഫിക് റിസർച്ചിൻ്റെ ബേസിസിൽ, അതായത് ഡാറ്റ കളക്ഷനും അതുപോലെ തന്നെ ഇൻ്റർപ്രിട്ടേഷനും എല്ലാ കാര്യങ്ങളും സിസ്റ്റമാറ്റിക് ആയിട്ട് നടത്തപ്പെട്ടിട്ടുള്ള ഒരു റിസർച്ചിൻ്റെ അവസാന ഫലം എന്നോണം ഉണ്ടായി വരുന്ന തിയറീസിനെയാണ് ഗ്രൗണ്ടഡ് തിയറീസ് എന്ന് പറയുന്നത്. ഒരു ഫാക്റ്റിൻ്റെ ബേസിൽ അല്ലെങ്കിൽ ഫാക്റ്റിൽ ഗ്രൗണ്ടഡ് ആയിരിക്കും അത്തരം തിയറീസ്. സോ ദേ ആർ നോൺ ആസ് ഗ്രൗണ്ടഡ് തിയറീസ്. On the other hand, speculative theories are more of philosophical in nature. They are abstract statement. വളരെ അമൂർത്തമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സിനെയാണ് speculative theories എന്ന് പറയുന്നത്. Speculative theory generate a host of assumption and concepts. By then, we are winding up this session and will be continuing in the next class. Thank you.